അനുതാപമോടെ അണിചേർന്നിടാ ബലിയേകിടാ. മാനവർക്കായി ജീവനെ നൽകി മഹത്വരമാകുമീ ബലിവേദിയിൽ, മാനവർക്കായി ജീവനെ നൽകി മഹത്വരമാകുമീ ബലിവേദിയിൽ, ആ പുണ്യസ്മരണയിൽ അനുരഞ്ജിതരാ അർപ്പിതരാകാം കൂദാശയിൽ. അനുതാപമോടെ അണിചേർന്നിടാ അണിചേർന്നിടാ അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാ ബലിയേകിടാ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മനുഷ്യരുടെ മുമ്പിൽ ജീവൻ കൊടുത്ത് അവസാനത്തെ ശ്വാസം കൊടുത്ത് തൻ്റെ ജീവരക്തം യേശുവുള്ള വിശ്വാസത്തെ പ്രതി ഏറ്റുചൊല്ലിയ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നാം ഇന്ന് കൊണ്ടാടുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധാരികളായ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ന് നമുക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും വചനപ്രഘോഷണം നടത്തുന്നതും ഒരേ പേരുകാരാണ്. ഫാദർ ജയ്മോൻ കുമ്പളത്തും ഫാദർ ജയ്മോൻ ഓലിപ്പുറവുമാണ്. രണ്ടച്ഛനെയും തിരുക്കർമ്മങ്ങൾക്കായി സ്വാഗതം ചെയ്തുകൊണ്ട് ഭക്തിയോടെ കരങ്ങൾ കൂപ്പി ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടെ
കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ.
എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെയും വിശുദ്ധ അന്തോനീസിനെയും ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. വിശുദ്ധരെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓർമ്മ ദിനത്തിൽ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരും സുസ്ഥിരനുമെന്നെന്നും. അനവധ്യൻ മമനാഥാനിൻ മഹിമയ്ക്കളവില്ലറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മളോടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നാം പ്രദക്ഷിണാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും
ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 41-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ചു തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ നീ അഭിമാനം കൊള്ളും. ദൈവമായ കർത്താവിന്റെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധ സെബസ്ത്യാനോസ്തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധനാം സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, വിശുദ്ധനാം സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, വിശുദ്ധനാം സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 5 വരെ. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പടയാളി, എൻ്റെ മകനെ, നീ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തൻ്റെ സൈന്യത്തിൽ ചേർന്ന ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. നമ്മുടെ കർത്താവായ മിശിഹായിക്കും സ്തുതി. സുവിശേഷ സുഗന്ധം ഉയരുകയാ, സവിശേഷ ഫലങ്ങൾ ചൊരിയുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷ സുഗന്ധം ഉയരുകയായി, സവിശേഷ ഫലങ്ങൾ ചൊരിയുകയായി. വചനം നിന്നുടെ ഹൃദയത്തിൽ അധരത്തിൽ നിറയട്ടെ. രക്ഷയണിഞ്ഞിടുവാൻ ശക്തി ധരിച്ചിടുവാൻ. വചനം ഹൃദയേ കൈക്കൊള്ളാൻ, വചനം ഹൃദയേ കൈക്കൊള്ളാൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 16 മുതൽ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവേൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവേൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും.
നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയേച്ച, ജയ്മോനച്ച, പ്രിയമുള്ള മാതാപിതാക്കളെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചിത്രമുണ്ട്. അമ്പുകളാൽ ഏറ്റെടുത്ത് ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരനായ വിശുദ്ധ സെബസ്ത്യാനോസ്. ആ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മുടെയെല്ലാം രോഗപീഠകളിൽ നിന്ന് സംരക്ഷണവും വിശ്വാസത്തിൽ ഉറപ്പും ലഭിക്കാനായിട്ടുള്ള വരങ്ങളാണ് നമ്മൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ യാചിക്കാറ്. പ്രത്യേകമായിട്ട് നമ്മൾ 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുക. ഈ വിശുദ്ധനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക പകർച്ചവ്യാധികളുടെ മധ്യസ്ഥൻ. എവിടെയും പകർച്ചവ്യാധികളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഒരു കോഴി വസന്ത വന്നാൽ പോലും നമ്മൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. നമ്മുടെ വീടുകളിൽ വസൂരി വന്നാൽ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. അത് നമ്മൾ ക്രൈസ്തവരും അക്രൈസ്തവരും നമുക്കറിയാം. നമ്മൾ അമ്പ് കൊണ്ടുപോകുമ്പോൾ അവർ പോലും ഈ വിശുദ്ധൻ്റെ അമ്പൊന്ന് വീട്ടിൽ കയറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ പ്രധാനമായി നാം വണങ്ങുക സാംക്രമിക രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുന്ന മധ്യസ്ഥനായിട്ടാണ്. നമുക്കറിയാം, പണ്ട് പ്ലേഗ് രോഗം പിടിപെട്ടപ്പോൾ വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ അത്ഭുതകരമായി രോഗശാന്തി ലഭിച്ചിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ശാരീരിക രോഗപീഠകളേക്കാൾ ഉപരിയായി നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്ന പകർച്ചവ്യാധികൾ, വെറുപ്പ്, അസൂയ തുടങ്ങിയ ഒത്തിരിയേറെ പകർച്ചവ്യാധികൾ നമുക്കിടയിലുണ്ട്. ഈ തിന്മകളിൽ നിന്ന് നമ്മെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസിനെ നാം സാംക്രമിക രോഗങ്ങളുടെ മധ്യസ്ഥനായി വിളിക്കുമ്പോൾ നാം ഗൗരവമായി ചിന്തിക്കണം. പണ്ട് ശരീരത്തെ ബാധിക്കുന്ന പ്ലേഗും വസൂരിയുമൊക്കെ നമുക്ക് പകർച്ചവ്യാധികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ ശരീരത്തെ അതിനേക്കാളും വളരെ കൂടുതലായിട്ട് ബാധിക്കുന്ന രോഗമാണ് നമ്മുടെ ആത്മാവിനെ പിടികൂടുന്ന പകർച്ചവ്യാധികൾ നമ്മുടെ ഇടയിൽ പിടിപെടുന്നത്. അസൂയയുടെയും വെറുപ്പിൻ്റെയും നമുക്കറിയാം ഒരു വൈറസ് പോലെയാണ് മറ്റുള്ളവരിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക. ഒരാളോട് വെറുപ്പ് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അസൂയയോടുകൂടെ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു പിടിക്കുകയാണ്. ആവശ്യം മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അസൂയയുടെ ഈ ആത്മീയ പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെയാണ്
സ്വാർത്ഥതയുടെ പകർച്ചവ്യാധി. എനിക്ക് മാത്രം മതി, എൻ്റെ കുടുംബത്തിന് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ അത് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പടർന്നു പിടിക്കുകയാണ്. ഈ പകർച്ചവ്യാധികൾക്കെതിരെയാണ് നമ്മൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ വിശ്വാസമില്ലായ്മയുടെ പകർച്ചവ്യാധി, ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാൾ നമ്മൾ ഉപരിയായി ലൗകിക കാര്യങ്ങളുടെ നമ്മൾ ഭ്രമിച്ചു പോകുമ്പോൾ അവിടെയും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമെന്നാണ് നമ്മെ ഈ വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുക. രണ്ടാമതായിട്ട് ഈ വിശുദ്ധൻ നമുക്കറിയാം അമ്പുകൾ സഹിച്ച വിശുദ്ധനാണ്. അമ്പുകൾ വഹിച്ചവനല്ല. നമുക്കറിയാം നമ്മൾ അമ്പുകൾ വഹിച്ചുകൊണ്ട് വീടുകളിലേക്ക് പോകും. അമ്പുകൾ വഹിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഈ അമ്പുകളേക്കാൻ, അത് കൊള്ളുമ്പോഴുണ്ടാകുന്ന വേദനകളെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. സെബസ്ത്യാനോസ് ഒരു സൈനികനായിരുന്നു. അമ്പുകൾ തൊടുക്കാനും എയ്യാനും അധികാരമുള്ളവൻ. എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുത്ത് അമ്പുകളെ വഹിക്കാനല്ല, മറിച്ച് അമ്പുകളെ ഏറ്റുവാങ്ങാനാണ്. അധികാരമുള്ളവരെ നോവിക്കാനല്ല, മറിച്ച് സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി മുറിവേൽക്കാനാണ് അദ്ദേഹം പഠിച്ചത്. ഇന്ന് നമുക്കറിയാം, ലോകം പകയുടെ അമ്പുകൾ നമുക്കെതിരായി ഓരോരുത്തർക്കും എതിരായി വരുമ്പോഴും നമ്മൾ എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കണം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം നോക്കുമ്പോൾ നാം കാണുന്നത് അമ്പുകളേറ്റ് മുറിഞ്ഞ ഒരു ശരീരമാണ്. അദ്ദേഹം ഒരു റോമൻ സൈനികനായിരുന്നു എന്ന നിലയിൽ അമ്പുകൾ എയ്യുവാനും മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനും അധികാരമുള്ളവനായിരുന്നിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്തത് അമ്പുകൾ ഏറ്റുവാങ്ങാനാണ്. ഇതൊരു വലിയ ആത്മീയ പാഠമാണ് നമുക്ക് നൽകുന്നത്. പ്രതികാരമല്ല, ക്ഷമയുടെ വലിയ പാഠം. ലോകത്തിൻ്റെ രീതി നമുക്കറിയാം. അമ്പെയ്താൽ തിരിച്ചും അമ്പെയ്യുക, അല്ലെങ്കിൽ നമ്മളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയാൽ അതിനെതിരേക്കാൾ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരെ തിരിച്ചടിക്കാൻ നോക്കും. സെബസ്ത്യാനോസ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ വഴിയാണ്. അത് പ്രതികാരത്തിൻ്റെ അല്ല, ക്ഷമയുടെ സഹനത്തിൻ്റെ വഴിയാണെന്ന് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹത്തിന് വേണ്ടി മുറിവേൽക്കാൻ തയ്യാറുള്ളവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അധികാരത്തിൻ്റെ അമ്പുകൾ കയ്യിലുണ്ടായിട്ടും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാനോ നോവിക്കുവാനോ അദ്ദേഹം അവ ഉപയോഗിച്ചില്ല. പകരം സത്യത്തിനും നീതിക്കും വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നാം വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ അമ്പെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. എൻ്റെ അധികാരം കൊണ്ട് മറ്റുള്ളവരെ ഞാൻ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അമ്പുകൾ വഹിക്കുന്നവർ എന്നതിലുപരി സ്നേഹത്തിന് വേണ്ടി ചെറിയ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന സൈനികനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിയായിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. മൂന്നാമതായിട്ട് പതറാത്ത വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് നൽകുക. സൈന്യത്തിലെ ഉന്നത പദവിയും ചക്രവർത്തിയുടെ പ്രീതിയും തൻ്റെ വിശ്വാസത്തിന് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ അതെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. മരണം മുന്നിൽ കണ്ടിട്ടും അദ്ദേഹം പതറാതെ നിന്നു. നമ്മുടെ ജീവിതത്തിലെ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി നാം വിശ്വാസത്തെ പണയപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. കാറ്റിൽ ഉലയാത്ത, വിശ്വാസം പണയപ്പെടുത്താത്ത ഒരു വിശുദ്ധൻ്റെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നു. ഈ വിശുദ്ധൻ്റെ മാതൃക നമുക്കൊരു പ്രചോദനമായിട്ട് തീരണം. മരണഭയം മനുഷ്യനെ നിശബ്ദനാക്കും. വിശുദ്ധ സെബസ്ത്യാനോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രാജസദസ്സിലെ ഉന്നത പദവിയേക്കാളും ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. നമ്മുടെ ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസം ഉപേക്ഷിക്കാതെ അതിൽ നിലകൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളും ചിന്തിച്ചു നോക്കണം. ശരീരത്തിലെ അമ്പുകൾ തുളച്ചു കയറുമ്പോഴും മരണം മുന്നിൽ കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിശ്വാസ അഗ്നി അണഞ്ഞില്ല. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട്
ശേഷം അദ്ദേഹം ഒളിച്ചോടുകയല്ല ചെയ്തത്. പിന്നെയോ തോൽവികളിൽ നിന്ന് പാഠം പഠിച്ച് അദ്ദേഹം കൂടുതൽ ശക്തിയോടെ ആ ചക്രവർത്തിയുടെ മുന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധൻ നമുക്കൊരു മധ്യസ്ഥയാണ്. അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പായിട്ടും നമ്മെ നയിക്കുന്നവനാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയുക സ്നേഹത്തിൻ്റെ ശുശ്രൂഷകനായിട്ടാണ്. സെബസ്ത്യാനോസ് വെറുമൊരു സൈനികൻ മാത്രമായിരുന്നില്ല. തടവറയിലെ പീഡിപ്പിക്കുന്ന വിശ്വാസികൾക്ക് ആത്മധൈര്യം പകരുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷകനായിരുന്നു. തൻ്റെ അധികാരവും സമയവും അദ്ദേഹം വേദനിക്കുന്നവർക്കായിട്ട് മാറ്റിവെച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിനെ നാം പലപ്പോഴും സൈനികനായോ രക്തസാക്ഷിയായോ ആണ് ഓർക്കാറുള്ളത്. എന്നാൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ശുശ്രൂഷയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. സെബസ്ത്യാനോസ് ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ തൻ്റെ പദവി അദ്ദേഹം ഉപയോഗിച്ചത് അധികാരത്തിൻ്റെ ഗർവ് കാണിക്കാനല്ല, മറിച്ച് തടവറയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന വിശ്വാസികളെ സന്ദർശിച്ച് അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതത്തിലും തളർന്നിരിക്കുന്നവർക്ക് ഒരു വാക്കുകൊണ്ട് ആശ്വാസം പകരുവാനായിട്ട് എൻ്റെ സഹോദരൻ ഒരു ആശ്വാസ വാക്ക് പറയാനെങ്കിലും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ വിശുദ്ധൻ നമ്മെ നോക്കി ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസത്തിൽ വളർത്താനായിട്ട്, സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് ഈ വിശുദ്ധൻ നമ്മളോട് പറയുകയാണ്. വിശ്വാസത്തെ പ്രതി അമ്പുകളേറ്റ് വാടിത്തളർന്ന സെബസ്ത്യാനോസിനെ നമുക്കറിയാം വിശുദ്ധയായ ഐറിൻ എന്ന സ്ത്രീ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തിയെന്ന് നാം വായിക്കുന്നുണ്ട്. ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആ സുഖത്തിൽ നിലനിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. പിന്നെയോ തന്നെ പീഡിപ്പിച്ചവരെ പോലും സത്യത്തിൻ്റെ വെളിച്ചം നൽകാൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ അമ്പ് ചെയ്തവരോടും ക്ഷമിച്ച് ആ സ്നേഹത്തിൻ്റെ വലിയ മാതൃകയാണ് വിശുദ്ധൻ നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ സങ്കടങ്ങളിൽ ഓടിയെത്തുവാനും അവർക്ക് പ്രത്യാശ നൽകുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ വിശുദ്ധൻ നമ്മളോട് ചോദിക്കുകയാണ്. ശുശ്രൂഷ മനോഭാവമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ സ്നേഹ ശുശ്രൂഷ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. അധികാരവും പദവിയുമൊക്കെ ഉള്ളപ്പോൾ എളിയവരെ സഹായിക്കുവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കണം. ഈ അമ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അപരൻ്റെ വേദനകളിൽ പങ്കുചേരുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ 4 ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. രോഗങ്ങളിൽ തുണയാകുന്ന മധ്യസ്ഥൻ. നമ്മുടെ രോഗങ്ങളെ നമ്മൾ കണ്ടു. അസൂയയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ പകർച്ചവ്യാധികൾ നമ്മൾ കണ്ടു. സ്നേഹത്തിൻ്റെ പാത സ്വീകരിച്ചവനാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയ ഒരു പാത സ്വീകരിച്ചവൻ. അതുപോലെ പതറാത്ത ഒരു വിശ്വാസം. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് അവിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. അതുപോലെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്തവൻ, തടവറയിൽ മറ്റുള്ളവരെ സ്നേഹിച്ചവൻ. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് ഈ ശുശ്രൂഷകളുടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ക്രിസ്തുവിൻ്റെ വിശുദ്ധ യോദ്ധാക്കളായി ജീവിക്കുവാൻ ഈ വിശുദ്ധൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥന നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രതീക്ഷയോടാനന്ദ ചിത്തര സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം.
ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം തൂകിടണേ. ദാരിദ്ര്യ ദുഃഖമകറ്റിയവനെ സംവത്സമൃദ്ധമായി പാലിക്കണേ. നീറും നിരാശയിൽ പ്രത്യാശയോടെ പാപികൾക്കാശ്രയം നൽകിടണേ. നീടുറ്റ നീതിയും നിർമ്മായ സ്നേഹവും മാനവരാശിയോടിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയേണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കർത്താവായ ദൈവമേ, നിന്നെ അനുകരിച്ച വിശുദ്ധരെ അനുസ്മരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നിനക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിൽ സകല വിശുദ്ധരോടുമൊത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം നിന്റെ കൃപാസമുദ്രത്തിൽ നമ്മളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകിടാ ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൻ ഒന്നു ചേർന്നിടാ. കാഴ്ചയേകിടാ ഇന്നു പൂർണ്ണമായി നൽകാം.
പുത്രജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിട പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. പത്തുമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിടുന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിയിടാ. സർവശക്തദാതനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്തിരാ ഞങ്ങളങ്ങയിൽ. സൃഷ്ടി ചെയ്ത ദൈവമേ സർവ്വപാലക സർവശക്തനാഥനായ ദൈവമേ വിശ്വസിപ്പുമർത്തിരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യതാതനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ
വിശ്വസിപ്പുമർത്തിരാ ഞങ്ങളങ്ങയിൽ ദൈവസൂനു ദൈവമാണ് ഏകസത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായി അങ്ങിലോടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർന്നിയേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവിൻ മണ്ണിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴും അനിലനാദിയിൽ ഒടുവിലെത്തും ഈ അന്നു വിധിയുവാൻ സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരാ താതനിൽ നിന്നെന്ന പോലെ സുതനിൽ ഇന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സഭാ സൈനിക പ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റു സർവപാലനം ഞങ്ങളേവരും മർത്യമുക്തിയാമുയർപ്പു നിത്യജീവനും കേട്ടു ചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാമേകദൈവമേ വിശ്വസിപ്പു ഭക്തിരാ ഞങ്ങളങ്ങയിൽ സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസ്മാരും മെത്താന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോറും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ
ഉപദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവാബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മളോടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മൗത്തമേറിയ ത്രയത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റർമ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗ്ഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ
പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ നിമിഷത്തിൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും യാചനകളും നിയോഗങ്ങളുമെല്ലാം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും മാധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും, നമ്മളുടെ കുടുംബത്തെയും നമ്മളുടെ ഈ സമൂഹത്തെയും അതുപോലെ നമ്മളുടെ ഇടവകയെയും പ്രത്യേകമാം വിധം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും നാം പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമാം വിധം കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ അന്തോനീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥം വഴി ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ ഇടവകയിലും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമാം വിധം നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും പ്രത്യേകമാം വിധം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ജോലികൾക്കായി നാട്ടിലും വിദേശത്തും ഒക്കെ ആയിരിക്കുന്ന നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമാം വിധം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ എല്ലാ കുഞ്ഞുമക്കളെയും പ്രത്യേകമാം വിധം ദൈവത്തിന് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും നിയോഗങ്ങളുമെല്ലാം ഈ നിമിഷം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഏറ്റവും ഭക്തിയോടും തീഷ്ണതയോടും കൂടെ ഈ നിമിഷം നമുക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനാഥ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണ് ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അങ്ങേ മക്കളായി ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കു വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ കനിവിയെന്നു മറക്കേണമേ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയിൻ മുൻപിൽ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയിൻ മുൻപിൽ. നിൻ തിരുകൽപ്പനകൾ ലംഘിച്ചു തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ദൈവമേ, എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ ഹൃദയം നാഥാ മറക്കേണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല,
പ്രതിതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലായി അൾത്താരയിൽ ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷൻ്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവത്തിനെ യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ഹൃദയമോരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. ആത്മാവിൻ പരിരക്ഷണമതിനെ നിടവും തിരുമേയും ഉദ്ധാരത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ.
കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വദനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച ശിഷ്ടമായ പ്രാർത്ഥന നിലപിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ജലത്താലും അരൂപിലാവും മിശിഹായുടെ ഭൗതിക ശരീരത്തിന്റെ അംഗങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീരവും രക്തവും നമ്മെ പരിപോഷിക്കട്ടെ.
എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. നിന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആത്മാവിന്നൽത്താര തന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം. ആത്മാവിനൾത്താര തന്നിൽ നിന്നെ ആരാധിക്കാം. എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. നിന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ദിവ്യമാം സ്നേഹമേ, ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എല്ലാവർക്കും വിശുദ്ധ അന്തോനീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഇടവകയിൽ ഫെബ്രുവരി 8 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഇടവക പാരിഷ് ഹാളിൽ നടത്തപ്പെടുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് വിൻസെൻ്റ് പോൾ സംഘടനാംഗങ്ങളും കുടുംബ യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളുമാണ്. വിശദ വിവരങ്ങൾ നോട്ടീസിലൂടെ അറിയുക. എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യാനായി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യാനായി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ഞായർ ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെയും മീറ്റിംഗ് പാരിഷ് ഹാളിൽ ഉണ്ടായിരിക്കും. ഉദയംപേരൂർ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ രക്ഷപ്പെടുത്തുവാൻ കഠിന പരിശ്രമം ചെയ്ത നമ്മുടെ അയൽ ഇടവകയിലെ 2 യുവ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നതാണ്. തിരുനാൾ ഭംഗിയാക്കാനായിട്ട് സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തിരുക്കർമ്മങ്ങൾക്ക് സഹായിച്ച വൈദികർ, വളരെ പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കും പ്രസംഗത്തിനും നമ്മെ സഹായിച്ച ജയ്മോൻ അച്ഛന്മാർ, അതുപോലെ തന്നെ കപ്പൂച്ചൻ സഭയിലെ അച്ഛന്മാർ, കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ,
കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, യൂണിറ്റ് അംഗങ്ങൾ, കാറ്റീസം എച്ച്.എം, അസിസ്റ്റൻ്റ് എച്ച്.എം, കപ്പിയാർ ബിജു, ആരാധന മഠത്തിലെ സിസ്റ്റേഴ്സ്, ഓൾട്ടർ ബോയ്സ്, നമ്മുടെ ഗായിക സംഘം, അതുപോലെ തന്നെ കീബോർഡ് വായിച്ച ചെത്തിക്കോടുള്ള 25 വർഷം മുമ്പ് എൻ്റെ കൈക്കാരനായിരുന്ന മിസ്റ്റർ മോൻസിയുടെ മകൾ, അതുപോലെ തന്നെ നമുക്ക് ശബ്ദവും വെളിച്ചം തരുന്ന ടീം, ബാൻഡ് ചെണ്ട മേളക്കാർ, തിരുനാൾ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, അവരെയും മെൻഷൻ ചെയ്യുകയാണ്. ഒത്തിരി പേരുണ്ട്. ഓരോരുത്തരെയും നന്ദിയോടെ പ്രാർത്ഥനയോടെ ഓർക്കുക. 25/1/2026 ഞായർ 10, 11, 12 ക്ലാസ്സിലെ സെക്കൻഡ് സെമിസ്റ്റർ പരീക്ഷയാണ്. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെയാണ്. കുട്ടികൾ ഒരുങ്ങി വരുവാനായി ഓർമ്മിപ്പിക്കുക. പരിശുദ്ധവും പരിശുദ്ധവും ജിതായകവും ദൈവവുമായ ഈ ദേശങ്ങളെ സമീപിച്ച് വെയിൽ പങ്കോളുവാൻ യോഗ്യരായ എല്ലാവർക്കും വിടാതമായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കി അങ്ങയുടെ കാരുണ്യാതിരകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ സ്വർഗത്തിൽ വിശുദ്ധരുടെ ഗണത്തിൽ പങ്കുചേർന്ന് നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായ നിന്റെ ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ ഇന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവൻ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളും അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹങ്ങൾ
അനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളും വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമൂലികൂടാ. നിത്യപുരോഹിതനായ യേശു അഹദാസന്മാരായ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം ഓർമ്മിടുന്ന അവരുടെ പൂജപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരത്വത്തിന്റെ മഹിമമുദ്ര വസിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്വങ്ങളേറ്റയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ ലോകത്തങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷിക്കുന്നവർ ഇഹത്തിലുള്ള ആശ്വാസവും പരസ്യഭാവത്തിന്റെ മൗഢവുമായി തീരട്ടെ. അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവരും ഒരു 5 മിനിറ്റ് സമയം നേരുന്നേ. മുന്നോട്ട് പോരെ. ഏറ്റവും സ്നേഹമുള്ള ഡോക്ടർ തോമസ് പീറ്റർ, ഡോക്ടർ ദിദിയ തോമസ്, സ്നേഹമുള്ള ഇടവക ജനങ്ങൾ ഇവിടെ ഇരിക്കും, മുന്നോട്ട് വന്നിരിക്കും. മുന്നോട്ട് പോരെ ധൈര്യമായിട്ട്. ഉദയം ബേരൂർ വലിയകുളം ഭാഗത്തുണ്ടായ അപകടത്തിൽ വഴിയിൽ കിടന്ന കൊല്ലം സ്വദേശി ലിനുവിന് വഴിയരികിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തോമസ് പീറ്റർ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഡോക്ടർ ദിദിയ തോമസ്, ഡോക്ടർ മനു രക്ഷാ ഉപകരണങ്ങളായി ഉപയോഗിച്ചത് ഒരു ബ്ലേഡും ഒരു സ്ട്രോയുമാണ്. ഗുരുതരമായി പരിക്കേറ്റ് ശ്വാസമെടുക്കാൻ കഴിയാതിരുന്ന ലിനുവിന് രാത്രി 8:30 നടു റോട്ടിലെ വെളിച്ചത്തിൽ നാട്ടുകാർ കൊടുത്ത ബ്ലേഡ് കൊണ്ട് ലിനുവിൻ്റെ കഴുത്തിൽ ഒരു മുറിവുണ്ടാക്കി ശ്വാസനാളയത്തിലേക്ക് ശീതളപാനീയത്തിൻ്റെ സ്ട്രോ കടത്തിവിട്ട് ശ്വാസഗതി തിരിച്ചു പിടിച്ചു. തുടർന്ന് ആംബുലൻസിൽ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഡോക്ടർ തോമസും ഡോക്ടർ ദിദിയയും നമ്മുടെ അയൽ ഇടവകയായ
സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ജാക്കോബേറ്റ് ചർച്ചിലെ അംഗങ്ങളാണ്. രണ്ടുപേരും കടവന്തറ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു. നല്ല സമറിയാക്കന്മാർ ആയ ഡോക്ടർ ദമ്പതികൾക്ക് പറവൂർ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കത്തോലിക്ക പള്ളിയിലെ എല്ലാ ഇടവക ജനങ്ങളുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. നിങ്ങൾ ചെയ്ത ഈ സൽപ്രവൃത്തികൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അറിയുന്ന ഒരു മെഡിക്കൽ കോളേജിലൊരു സർജനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ എന്നോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ഓപ്പറേഷൻ കാണാനായിട്ട് എന്നെ ക്ഷണിച്ചു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ കണ്ടാൽ ഭസ്മമാകും, കാരണം ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ ഞാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തിന് ഓപ്പറേഷൻ ഒരു പേടിയില്ല, പക്ഷെ വഴിയിൽ ആക്സിഡൻറ്റിൽ ഒരാൾ കിടക്കുന്നത് കണ്ടാൽ, ചോരയൊലിപ്പിച്ച് കിടക്കുന്നത് കണ്ടാൽ ആകെ ആശങ്കയാണ്. അപ്പോൾ ഈ ആശങ്കകൾ ദൂരീകരിച്ചാണ് ഈ യുവ ഡോക്ടേഴ്സ് നല്ല സമറിയക്കന്മാരായി ഒരു നല്ല ക്രിസ്ത്യൻ സ്പിരിറ്റോടെ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് എന്നുള്ളത് ഇവർ തെളിയിക്കുകയുണ്ടായി. നിങ്ങൾ ഈ സൽപ്രവൃത്തികളെ ദൈവം അംഗീകരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ആദരിച്ചുകൊണ്ട് നമ്മുടെ കൈക്കാരന്മാർ മിസ്റ്റർ ജോണും മിസ്റ്റർ ജോർജും ഷാൾ അണിയിക്കുന്നു. വൈസ് ചെയർമാൻ ജോസ് അലക്സ് മെമൻറ്റോ നൽകി ആദരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു കയ്യടി രണ്ട് ഡോക്ടേഴ്സിനും കൊടുക്കാം. ഈ ദിവസങ്ങളിൽ ഒത്തിരി സ്വീകരണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഗവർണർ വിളിച്ച് ഇവരെ അഭിനന്ദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പല സ്ഥലങ്ങളിലും ഇവർക്ക് സ്വീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന് ഞങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ഒരിക്കൽ കൂടെ ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രദക്ഷിണം ആരംഭിക്കാം. ഇന്നലെ നമ്മൾ പ്രദക്ഷിണത്തിന് നീങ്ങിയതുപോലെ ഫ്രണ്ടിൽ സ്ലീവ കുരിശും ബാക്കിൽ കൊടികളും കുടകളും എടുത്ത് നമുക്ക് പ്രദക്ഷിണത്തിനായി അണിനിരക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന സദയം കേൾക്കണമേ.
ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ പരിപാലകനേ